ഗായ്സ് വെൽക്കം ടു കുഞ്ഞൂസ് നമസ്കാരം. എവിടെ പോവാണ് റൈമേ പറയൂ, എവിടെ പോവാണ്? നമ്മളെ ഹെറിറ്റേജ് വില്ലേജിൽ പോവാണ്. ഓക്കേ, ഒരു പുരാതന വില്ലേജ് ആണ്. ഓക്കേ, എന്തൊക്കെ നടക്കുന്നു, അവിടുത്തെ പഴയ കാലങ്ങളെ കുറിച്ച് പഠിക്കാനും അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കാനുമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഹെറിറ്റേജ് വില്ലേജ് പോകുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പൊ നമുക്ക് പൊളിക്കാം, സൂപ്പറാക്കാം. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഗൈസ് വണ്ടി കയറുന്നത്. അങ്ങനെ ഗായ്സ് നമ്മൾ വണ്ടിയിൽ കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് ഒരു വലിയ പള്ളി കാണാം. അത് നമ്മുടെ ജസാനിൽ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടി ഇറങ്ങി ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇവിടെ നല്ലൊരു ഷവർമ കിട്ടുന്ന ഒരു കടയാണിത്, നമ്മുടെ ഹൈപ്പർ പാണ്ടയുടെ അടുത്ത്. ഈ ചേട്ടന്മാർ നല്ല സെറ്റപ്പായിട്ട് കുക്ക് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ തുടരുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി. ഹായ് ഗൈസ്, പുറത്തേക്ക് നോക്കുക, നല്ല കാറ്റ്. അങ്ങനെ ചേട്ടൻ നമുക്ക് പുതിയ മിന്നലേ എന്നുള്ള പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ട് നമുക്ക് വണ്ടിയിൽ. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു കെട്ടിടങ്ങളൊക്കെ കാണാൻ നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ. അങ്ങനെ നമ്മൾ ഹെറിറ്റേജ് വില്ലേജിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ തന്നെ നമുക്ക് ആ കെട്ടിടങ്ങൾ കാണാൻ പറ്റും. നീല ലൈറ്റിൽ തെളിഞ്ഞ് നിൽക്കുന്നത് ആ ഒരു പ്രദേശമാണ് ഹെറിറ്റേജ് വില്ലേജ്. അങ്ങനെ നമ്മൾ ഹെറിറ്റേജ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെയാണ് ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്കുള്ളിൽ പോയിട്ട് കാണാവുന്നതാണ്. ജസാനിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇത് ജസാനിൽ തന്നെ കിട്ടുന്ന സ്റ്റോണുകൾ ഉപയോഗിച്ചാണ് ഈ ഹെറിറ്റേജ് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹെറിറ്റേജ് വില്ലേജ് കൃത്യം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജസാൻ എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത്. കടലിൽ നിന്ന് അഭികരിച്ചാണ് ഈ സ്ഥലമുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ ചെറിയ രീതിയിലുള്ള കടലുകളൊക്കെ ഉണ്ട്. അതിന് അധികം ആഴമൊന്നുമില്ല, കാണാൻ അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണിത്. ബാക്കി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ കാണാം. ഞങ്ങള് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹെറിറ്റേജ് ഹെറിറ്റേജില് പോവാത്തവരൊക്കെ പോവുക. അതെ, പൊളിയാണ്.